Hi, hello, my dear students, my dear children. We are starting the part 4 class of our chapter 6, The Changing Earth. ഈ ചേഞ്ചിങ് എർത്ത് എന്ന ഈ ചാപ്റ്ററോട് കൂടി നമ്മുടെ സെക്കൻഡ് ടൈം പോർഷൻ ഇവിടെ അവസാനിക്കുകയാണ്. അപ്പം നമുക്ക് രണ്ട് ക്ലാസ്സുകളോട് വേണ്ടി വരും. നമ്മൾ ഏകദേശം എത്തിയിട്ടുണ്ട്. എന്നാലും നമുക്ക് ഇനിയുണ്ട്. ഈ ചാപ്റ്റർ തീരണമെങ്കിൽ നമുക്കൊരു രണ്ട് വീഡിയോകളൂടി വേണ്ടി വരും. അപ്പം 5-6 വീഡിയോകളുണ്ടാവും. ഇന്ന് നമ്മൾ പഠിക്കുന്നത് എൻഡോജനിക് ഫോഴ്സസ്, എൻഡോജനിക് മൂവ്മെൻറ്റ്സിനെ പറ്റിയാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുക. എർത്ത് മൂവ്മെൻറ്റ്സ് ആണ് നമ്മളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എർത്ത് മൂവ്മെൻറ്റ്സിൽ എൻഡോജനിക് മൂവ്മെൻറ്റ്സും ഉണ്ട്, എക്സോജനിക് മൂവ്മെൻറ്റ്സും ഉണ്ട്. എൻഡോജനിക് മൂവ്മെൻറ്റ്സിൽ നമ്മൾ കഴിഞ്ഞ പാർട്ടിൽ, അതായത് പാർട്ട് 3യിൽ നമ്മൾ എന്താണ് പഠിച്ചത്? സഡൻ മൂവ്മെൻ്റ് ആയിട്ടുള്ള നമ്മുടെ വോൾക്കാനിക് ഇറപ്ഷനാണ് നമ്മൾ പഠിച്ചത്. ഇന്ന് സഡൻ മൂവ്മെൻറ്റിൽ സെക്കൻഡ് വൺ ഏതാണ്? സഡൻ മൂവ്മെൻറ്റിൽ സെക്കൻഡ് വൺ എർത്ത് ക്വേക്സ്. അപ്പോൾ എർത്ത് ക്വേക്സിനെ കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ ഇന്ന് പഠിക്കാൻ പോവാം. എർത്ത് ക്വേക്ക് അത് എങ്ങനെ ഉണ്ടാകുന്നു, അതിൻ്റെ റീസൺ എന്തൊക്കെയാണ്, അതിൻ്റെ സ്ട്രക്ചർ, എർത്ത് കേക്ക് ഉണ്ടാകുന്ന അതിൻ്റെ പ്രധാനപ്പെട്ട ചില വേർഡ്സൊക്കെ നമുക്ക് പഠിക്കണം, സ്ട്രക്ചർ പഠിക്കണം, എങ്ങനെ നമുക്ക് ആ ഒരു പ്രോബ്ലത്തെ സോൾവ് ചെയ്യാം, ഹൗ ക്യാൻ വി മിറ്റിഗേറ്റ്, നമുക്കതിനെ എങ്ങനെ സോൾവ് ചെയ്യാം എന്നുള്ളതിനെ പറ്റി പഠിക്കണം. പിന്നെ ഈ ക്ലാസ്സിൻ്റെ ലാസ്റ്റ് ഭാഗത്തെ നമ്മൾ സുനാമിയെ പറ്റി പഠിക്കുന്നുണ്ട്. എർത്ത് ക്വേക്കിൻ്റെ ആഫ്റ്റർ ഇഫക്റ്റായിട്ട് ഉണ്ടാകുന്ന സുനാമികളെ പറ്റിയും നമ്മൾ പഠിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ നമ്മുടെ ക്ലാസ്സിലേക്ക് കയറാം. ഒന്നാമത്തെ നമ്മുടെ മെയിൻസ് ഇന്നത്തെ നമ്മുടെ പഠനമെന്ന് പറയുന്നത് എർത്ത് ക്വേക്കാണ്. എർത്ത് ക്വേക്ക്. അപ്പോൾ നമുക്കൊരു ക്വസ്റ്റ്യനിലേക്ക് വരാം. വൈ ഡു ലിത്തോസ്ഫിയറിക് പ്ലേറ്റ് സ്ലൈഡ് ഓവർ ദ അസ്തനോസ്ഫിയർ? ഇവിടെ ഈ ഒരു ക്വസ്റ്റ്യൻ വരാനുള്ള കാരണം എന്താണെന്നോ, എർത്ത് ക്വേക്കിൻ്റെ ഒക്കറൻസ്, അതിൻ്റെ റീസൺ ഈ ലിത്തോസ്ഫിയറിക് പ്ലേറ്റുകളുടെ സ്ലൈഡിങ്ങാണ്. ലിത്തോസ്ഫിയർ പ്ലേറ്റുകൾ സ്ലൈഡ് ചെയ്യുമ്പോൾ ആണ് ഈ എർത്ത് ക്വേക്കുകൾ സംഭവിക്കുക. അപ്പം എർത്ത് ക്വേക്കിൻ്റെ ഒരു ഡിസ്ട്രിബ്യൂഷൻ നമ്മൾ വേൾഡിൽ നോക്കിയാൽ അതിൻ്റെ മോസ്റ്റ് എർത്ത് ക്വേക്സും സംഭവിച്ചിരിക്കുന്നത് പ്ലേറ്റ് മാർജിൻസിലാണ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ടീച്ചർ നിങ്ങളെ പഠിപ്പിച്ച ഒരു കാര്യം ഞാൻ ഓർമ്മിപ്പിക്കാം. വോൾക്കാനിക് ഇറപ്ഷനെ പറ്റി നമ്മളൊരു ഡിസ്ട്രിബ്യൂഷൻ നോക്കിയായിരുന്നു. ആ ഡിസ്ട്രിബ്യൂഷനിൽ നമ്മൾ എന്താണ് കണ്ടത്? പ്ലേറ്റ് മാർജിൻസിലാണ് വോൾക്കാനിക് ഇറപ്ഷൻ സംഭവിച്ചിരിക്കുന്നത്. അതുകൊണ്ടാണ് നമ്മളവിടെ പെസഫിക് റിംഗ് ഓഫ് ഫയർ ഒക്കെ നമ്മൾ പറഞ്ഞത് നിങ്ങൾ ഓർക്കുന്നുണ്ടാകും. പെസഫിക് പ്ലേറ്റിൻ്റെ മാർജിനിലാണ് ഏറ്റവും കൂടുതൽ വോൾക്കാനോസ് ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ അതിനെയാണ് നമ്മൾ എന്ത് പേര് വിളിക്കുന്നത്? ആ പെസഫിക് റിംഗ് ഓഫ് ഫയർ. അതേ സെയിം സംഭവമാണ് ഈ എർത്ത് ക്വേക്കിൻ്റെ കാര്യത്തിലും. എർത്ത് ക്വേക്സ് കൂടുതലും സംഭവിക്കുന്നത് പ്ലേറ്റ് മാർജിൻസിലാണ്. എർത്ത് ക്വേക്ക് ഉണ്ടാകാനുള്ള റീസൺ എന്ന് പറയുന്നത് ലിത്തോസ്ഫിയറിക് പ്ലേറ്റുകളെ സ്ലൈഡ് ചെയ്യുന്നതാണ്. അപ്പോൾ നമുക്ക് ആദ്യത്തെ ക്വസ്റ്റ്യൻ ഇതാണ്, വൈ ഡു ലിത്തോസ്ഫിയറിക് പ്ലേറ്റ് സ്ലൈഡ് ഓവർ ദ അസ്തനോസ്ഫിയർ? നമുക്കറിയാം ലിത്തോസ്ഫിയർ എന്ന് പറയുന്നത് എർത്തിൻ്റെ സർഫസിൽ കാണുന്ന എർത്തിൻ്റെ ക്രസ്റ്റും മാൻഡിലിൻ്റെ അപ്പർ പോർഷൻ, സോളിഡ് പോർഷനോട് ചേരുന്നതാണ് ലിത്തോസ്ഫിയർ. അത് 100 മീറ്റേഴ്സാണ് അതിൻ്റെ തിക്നെസ്. ഈ ലിത്തോസ്ഫിയറിക് പ്ലേറ്റിൻ്റെ തൊട്ട് ബെനീത്ത് ദ ലിത്തോസ്ഫിയറിക് പ്ലേറ്റ് വാട്ട് ഈസ് ദെയർ? ഇറ്റ് ഈസ് അസ്തനോസ്ഫിയർ. ഇറ്റ് ഈസ് a molten form. Asthenosphere is in a molten form or a semi-plastic form. It is magma. Okay. So, why lithospheric plates slide over asthenosphere? The first reason, convection currents in the mantle. മാൻഡിലിലെ ഈ മോൾട്ടൺ റോക്സ് താഴെ നിന്നും മുകളിലേക്കും അവിടുന്ന് വീണ്ടും താഴേക്കും വീണ്ടും മുകളിലേക്കും താഴേക്കുമായിട്ട് കൺവെൻഷൻ കറണ്ട് സംഭവിക്കുന്നു. കറണ്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു മൂവ്മെൻറ്റ് സംഭവിക്കുന്നു. നമ്മൾ വെള്ളം തിളയ്ക്കുന്നതൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും. എന്ന് പറയുന്നത് പോലെ ഈ മാൻഡിൽ അത് വളരെ എന്താണ് ടെമ്പറേച്ചർ കൂടി നിൽക്കുന്ന മാൻഡിലെ ഈ മോൾട്ടൺ റോക്സ് ഇങ്ങനെ മൂവ് ചെയ്യുന്നു. അത് ഏത് ടൈപ്പിലാണ് മൂവ് ചെയ്യുക? ഒരു കൺവെൻഷൻ കറൻ്റായിട്ടാണ് മൂവ് ചെയ്യുക. താഴെ നിന്ന് മുകളിലേക്ക് വന്ന് വീണ്ടും താഴേക്ക് പോയി ഇങ്ങനെ മൂവ് ചെയ്യുന്നു. ഈ മൂവ്മെൻറ്റ് എന്ത് സംഭവിക്കുന്നു? ബിക്കോസ് ഓഫ് ദിസ് മൂവ്മെൻറ്റ് ലിത്തോസ്ഫിയറിക് പ്ലേറ്റ് സ്ലൈഡ് ഓവർ അസ്തനോസ്ഫിയർ. ലിത്തോസ്ഫിയറിക് പ്ലേറ്റ് അത് സോളിഡാണ്, അത് ഈ അസ്തനോസ്ഫിയറിൻ്റെ മുകളിൽ ചലിക്കുന്നു. ഓക്കെ, സ്ലൈഡ് ചെയ്യുന്നു. ദെൻ ദ സെക്കൻഡ് റീസൺ ഈസ് ഗ്രാവിറ്റി.
എന്താണ് ഗ്രാവിറ്റി എന്ന് നിങ്ങൾ എല്ലാവരും ചെറിയ ക്ലാസ് തൊട്ടേ പഠിക്കുന്നതാണ്. ഞാനത് എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. ഭൂമിക്ക് എല്ലാ വസ്തുക്കളെയും അതിലേക്ക് അട്രാക്റ്റ് ചെയ്യുന്ന ആ ഭൂമിയുടെ നമ്മുടെ എർത്തിൻ്റെ ഒരു സ്പെഷ്യൽ നേച്ചറാണ് ഗ്രാവിറ്റി, ഭൂഗുരുത്വ ബലം എന്നൊക്കെ നമ്മൾ പറയും. ദിസ് ഗ്രാവിറ്റി ഓൾസോ ഈസ് എ റീസൺ ഫോർ ദ സ്ലൈഡിങ് ഓഫ് ലിത്തോസ്ഫിയറിക് പ്ലേറ്റ് ഓവർ അസ്തനോസ്ഫിയർ. ഓക്കെ, ദെൻ വീക്ക്നെസ് ഓഫ് ദ അസ്തനോസ്ഫിയർ. വാട്ട് ഈസ് ദാറ്റ്? അസ്തനോസ്ഫിയർ മോൾട്ടൺ രൂപത്തിലാണ്, അത് വീക്കാണ്, അത് ഹാർഡ് രൂപത്തിലല്ല അല്ലേ. ഒരു സോളിഡ് ഐറ്റം ആണെങ്കിൽ അത് ഹാർഡാണ്, എന്നാൽ അസ്തനോസ്ഫിയർ ഹാർഡല്ല, ഇറ്റ് ഈസ് വീക്ക് അല്ലേ. അത് ഇറ്റ് ഈസ് നോട്ട് സോളിഡ്, ഇറ്റ് ഈസ് ഇൻ എ ലിക്വിഡ് ഓർ എ സെമി പ്ലാസ്റ്റിക് molten form. So this weakness of that asthenosphere is also another reason or the third reason for the sliding of lithospheric plate. അപ്പം ഈ അസ്തനോസ്ഫിയർ ഇങ്ങനെ മോൾട്ടൻ രൂപത്തിൽ കൊഴുകൊഴുത്തിരിക്കുന്ന ഒരു വസ്തുവായതുകൊണ്ട് അതിന് അത്ര ഹാർഡല്ല അല്ലേ. ഒരു സോളിഡ് പോലെ, ഒരു ഖരം പോലെ അത് ഹാർഡല്ലാത്തത് കൊണ്ട് എന്ത് സംഭവിക്കുന്നു? ഈ വീക്ക്നെസ് ആയിട്ടുള്ള അസ്തനോസ്ഫിയറിൻ്റെ മുകളിൽ നമ്മുടെ ലിത്തോസ്ഫിയറെ ആ പ്ലേറ്റ് ഇങ്ങനെ സ്ലൈഡ് ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ ലിത്തോസ്ഫിയറിക് പ്ലേറ്റുകളുടെ സ്ലൈഡിങ് ആണ് എർത്ത് റീസൺ. അതിലേക്ക് വരാൻ വേണ്ടിയാണ് നമ്മൾ എന്ത് പറയുന്നത്, എന്തുകൊണ്ടാണ് ഈ ലിത്തോസ്ഫിയറിക് പ്ലേറ്റുകൾ അസ്തനോസ്ഫിയറിൻ്റെ മുകളിൽ സ്ലൈഡ് ചെയ്യുന്നത്? ഫസ്റ്റ് വൺ, ദ കൺവെൻഷൻ കറന്റ് ഇൻ ദ മാൻഡിൽ. സെക്കൻഡ് വൺ, ദ ഗ്രാവിറ്റി ഓഫ് ദ എർത്ത്. ആൻഡ് ദ തേർഡ് വൺ, വീക്ക്നെസ് ഓഫ് ദ അസ്തനോസ്ഫിയർ. ഓക്കെ, ദെൻ വാട്ട് എക്സാക്ട്ലി ആർ എർത്ത്? എന്താണ് എർത്ത്? ഹൗ ഡു ദേ ഒക്കർ? എങ്ങനെ അത് സംഭവിക്കുന്നു? എങ്ങനെ എർത്ത് ഉണ്ടാകുന്നു? എന്താണ് ഈ എർത്ത്? ദിസ് ഈസ് ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ദ റീസൺ ഫോർ ദ എർത്ത് ഈസ് ദ ഫ്രിക്ഷൻ ബിറ്റ്വീൻ ലിത്തോസ്ഫിയറിക് പ്ലേറ്റ്. ലിത്തോസ്ഫിയറിക് പ്ലേറ്റുകളിൽ ഉണ്ടാകുന്ന ഫ്രിക്ഷനാണ് ഈ ഫ്രിക്ഷൻ എന്നുള്ള വാക്കിൻ്റെ മലയാളം എന്താണെന്നോ? ഘർഷണം. ബിക്കോസ് ഓഫ് ദ ലിത്തോസ്ഫിയറിക് പ്ലേറ്റ്സ് ഫ്രിക്ഷൻ, what happened? Earthquakes happened. The reason for earthquake is the friction between lithospheric plate. ലിത്തോസ്ഫിയറിക് പ്ലേറ്റുകൾ നമുക്കറിയാം. ലിത്തോസ്ഫിയറിക് പ്ലേറ്റ്സ് എന്ന് പറയുന്നത് എന്താണ്? എർത്തിൻ്റെ ക്രസ്റ്റ് ഇങ്ങനെ പല പല ബിഗ് സ്മോൾ പ്ലേറ്റ്സ് ആയിട്ട്, പീസസ് ആയിട്ട് ബ്രേക്ക് ചെയ്ത് കാണപ്പെടുന്നു. ഈ ബ്രേക്ക് ചെയ്തിരിക്കുന്നെങ്കിലും ഈ ലിത്തോസ്ഫിയറിക് പ്ലേറ്റുകൾ തമ്മിൽ എന്തുണ്ട്? അത് തമ്മിലൊരു ഘർഷണം, ഫ്രിക്ഷൻ. അതിന് മലയാളത്തിൽ ഘർഷണം എന്ന് പറയും. ഫിസിക്സിലൊക്കെ നമ്മൾ നന്നായിട്ട് പഠിക്കുന്ന ഒരു സബ്ജക്റ്റാണ് ഈ ഫ്രിക്ഷൻ. നിങ്ങൾക്ക് കൂടുതലായിട്ട് ഫ്രിക്ഷനെ പറ്റി മനസ്സിലാകണമെങ്കിൽ ഫിസിക്സ് നിങ്ങളൊന്ന് പഠിച്ചാൽ മതി കേട്ടോ. ദ റീസൺ ഓഫ് എർത്ത് ഈസ് ദ ഫ്രിക്ഷൻ ബിറ്റ്വീൻ ലിത്തോസ്ഫിയറിക് പ്ലേറ്റ്. ലിത്തോസ്ഫിയറിക് പ്ലേറ്റുകൾ തമ്മിലുള്ള ഫ്രിക്ഷനാണ് എർത്ത് ഉണ്ടാകാനുള്ള കാരണം. വെൻ ടു ലിത്തോസ്ഫിയറിക് പ്ലേറ്റ്സ് മൂവ് പാസ്റ്റ് ഈച്ച് അതർ, ഫ്രിക്ഷൻ ഈസ് ജനറേറ്റഡ് അലോങ് ദെയർ മാർജിൻ. ലിത്തോസ്ഫിയറിക് പ്ലേറ്റുകളുടെ മാർജിനിലാണ് എർത്ത് ഉണ്ടാകാനുള്ള ഏറ്റവും പോസിബിലിറ്റി. അതിൻ്റെ കാരണം എന്താണ്? ലിത്തോസ്ഫിയറിക് പ്ലേറ്റുകളിൽ രണ്ടെണ്ണം മൂവ് പാസ്റ്റ് ഈച്ച് അതർ, രണ്ടെണ്ണം സ്ലൈഡ് ചെയ്ത് ഇങ്ങനെ മൂവ് ചെയ്ത് പോകുമ്പോൾ ഫ്രിക്ഷൻ ഈസ് ജനറേറ്റഡ്, അവിടെ ഘർഷണം ഉണ്ടാവുകയും ആ ലിത്തോസ്ഫിയറിക് മാർജിനിൽ എന്ത് സംഭവിക്കുകയും ചെയ്യുന്നു? എർത്ത് ഉണ്ടാവുകയും ചെയ്യുന്നു. അപ്പോൾ ലിത്തോസ്ഫിയറിക് പ്ലേറ്റുകളെ സ്ലൈഡ് ചെയ്ത് പോകുമ്പോൾ, മൂവ് പാസ്റ്റ് ഈച്ച് അതർ, സ്ലൈഡ് ചെയ്ത് പോകുമ്പോൾ ഫ്രിക്ഷൻ ജനറേറ്റ് ചെയ്യുന്നു. ഓക്കെ, ദിസ് ഫ്രിക്ഷൻ റെസ്ട്രിക്ട്സ് ദ മൂവ്മെൻറ്റ് ഓഫ് ദ പ്ലേറ്റ്. ഇങ്ങനെ ഫ്രിക്ഷൻ ഉണ്ടാകുമ്പോൾ ഈ ലിത്തോസ്ഫിയറിക് പ്ലേറ്റുകളുടെ മൂവ്മെൻറ്റിനെ അത് തടയുന്നു. റെസ്ട്രിക്റ്റ് എന്നുള്ള വാക്കിൻ്റെ അർത്ഥം എന്താണ്? തടയുക. ലിത്തോസ്ഫിയറിക് പ്ലേറ്റുകൾക്ക് ഈസി ആയിട്ട് മൂവ് ചെയ്യാൻ പറ്റുന്നില്ല. കാരണം എന്താണ്? ഈ ഫ്രിക്ഷൻ. ബിക്കോസ് ഓഫ് ദിസ് ഫ്രിക്ഷൻ, ലിത്തോസ്ഫിയറിക് പ്ലേറ്റ്സ് they could not move past each other. There is a restriction causing high tension. So there cause high tension and build up along the margins. High tension build up along the margins of plates because of the restriction of the movement of plates. And what is the reason for this restriction? It is the generation of friction. മനസ്സിലായോ കുട്ടികളെ? ഈ രണ്ട് ലിത്തോസ്ഫിയറിക് പ്ലേറ്റുകളെ ഈസി ആയിട്ട് മൂവ് ചെയ്ത് പോയാൽ അവിടെ ഒരു പ്രശ്നവും ഉണ്ടാകുന്നില്ല. അവർക്കങ്ങ് മൂവ് ചെയ്ത് പോകാം, സ്ലൈഡ് ചെയ്തങ്ങ് പോകാം. പക്ഷേ സ്ലൈഡ് പോകാൻ സാധിക്കുന്നില്ലാത്തത് എന്തുകൊണ്ടാണ്? പ്ലേറ്റ് മാർജിനുകളിൽ ഈ ഫ്രിക്ഷൻ നിലനിൽക്കുന്നത് കൊണ്ടാണ്. ഈ ഫ്രിക്ഷൻ നിലനിൽക്കുന്നത് കൊണ്ട് എന്ത് സംഭവിക്കുന്നു? ലിത്തോസ്ഫിയറിക് പ്ലേറ്റിൻ്റെ മൂവ്മെൻറ്റിൽ ഒരു റെസ്ട്രിക്ഷൻ ഉണ്ടാകുന്നു.
ഇങ്ങനെ റെസ്ട്രിക്ഷൻ ഉണ്ടാകുമ്പോൾ അവിടെ ഹൈ ടെൻഷൻ ഡെവലപ്പ് ചെയ്യുന്നു. നിങ്ങളൊന്ന് ഓർത്ത് നോക്കിയേ, നിങ്ങൾ കുട്ടികളെ ഒരു ഹാളിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കുട്ടികൾ പോകുന്നെന്ന് വിചാരിക്കുക. അങ്ങനെ ഈസി ആയിട്ട് മൂവ് നിങ്ങൾ ചെയ്തു പോയാൽ അവിടെ ഒരു പ്രശ്നം ഉണ്ടാകുന്നില്ല. അതേസമയം അവിടെ എന്തെങ്കിലും ഒരു കാര്യം സംഭവിച്ചിട്ട് കുട്ടികളുടെ ഈ ലൈൻ മൂവ് ചെയ്യാനായിട്ട് സാധിക്കാതെ വരുമ്പോൾ അവിടെ എന്ത് സംഭവിക്കും? അവിടെ വലിയ ഹൈ ടെൻഷൻ ഉണ്ടാവും. ചിലപ്പോൾ ഉന്തും തള്ളും ഉണ്ടായി അവിടെ ഒരു കുട്ടി മറിഞ്ഞു വീണ് അവിടെ എന്തെങ്കിലുമൊക്കെ അപകടം സംഭവിക്കാനുള്ള സാധ്യതയുണ്ടായി. പക്ഷേ അങ്ങ് മൂവ് ചെയ്തു പോയാലോ, നോ പ്രോബ്ലം, നത്തിങ് എന്ന് പറയുന്നത് പോലെ ലിത്തോസ്ഫിയറിക് പ്ലേറ്റുകൾ തമ്മിൽ മൂവ് ചെയ്യുന്നു, അവിടെ സ്ലൈഡ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ കാരണം എന്താണ്? അസ്തനോസ്ഫിയറിൻ്റെ വീക്ക്നെസ് കൊണ്ടും ഗ്രാവിറ്റി കൊണ്ടും അല്ലെങ്കിൽ ഈ കൺവെൻഷൻ കറണ്ട് കൊണ്ടും ലിത്തോസ്ഫിയറിക് പ്ലേറ്റുകൾക്ക് മൂവ് ചെയ്യണം. അങ്ങനെ മൂവ് ചെയ്ത് പോകാൻ ഇവർക്ക് റെസ്ട്രിക്ഷൻ വരുന്നത് എന്തുകൊണ്ടാണ്? അവിടെ ജനറേറ്റ് ചെയ്യുന്ന ഫ്രിക്ഷനാണ് അതിൻ്റെ കാരണം. ബിക്കോസ് ഓഫ് ദിസ് ഫ്രിക്ഷൻ, these lithospheric plates cannot move each other easily. So because of this, what happened? There occur high tension build up in the margins. As a result, energy gets concentrated in this area. അവിടെ വലിയ എനർജി കോൺസെൻട്രേറ്റ് ചെയ്യുന്നു. എവിടെ? പ്ലേറ്റ് മാർജിൻസിൽ. When the pressure of the plates overcome the friction, a sudden movement or rupture occurs at the പ്ലേറ്റ് ബൗണ്ടറി. എപ്പോഴെങ്കിലും ഈ ലിത്തോസ്ഫിയറിക് പ്ലേറ്റുകൾക്ക് ഈ ഫ്രിക്ഷനിൽ നിന്നും മോചിതരായി മൂവ് ചെയ്യാനുള്ള ഒരു സഡൻ ഒരു ശക്തി കിട്ടിയാൽ അവിടെ ഒരു സഡൻ മൂവ്. അപ്പം നിങ്ങൾ കണ്ടിട്ടില്ലേ, പിള്ളേരിങ്ങനെ എന്തോ ഒരു കാരണത്താൽ തട്ടി നിൽക്കുക. അങ്ങനെ തട്ടി നിൽക്കുന്ന സമയത്ത് അവർക്ക് പെട്ടെന്ന് അവിടെ നിന്ന് റിലീസ് ചെയ്യാനായിട്ട് സാധിച്ചാൽ അവിടെ ഒരു തള്ളുണ്ടാവുകയും കുറേ കുട്ടികൾ അവിടെ വീഴുകയും ചെയ്യും. ശരിയല്ലേ? ടീച്ചർ പറയുന്ന എക്സാമ്പിൾ കറക്റ്റ് അല്ലേ? അവിടെ പെട്ടെന്ന് പിള്ളേർ സ്ട്രക്കായി നിൽക്കുന്നു. അപ്പോൾ പെട്ടെന്ന് അവിടെ നിന്നൊരു പോകാൻ പറ്റുന്ന ഒരു റിലീസ് ഉണ്ടായിക്കഴിഞ്ഞാൽ പുറകിൽ നിന്നുള്ള തള്ളുകൊണ്ടും മറ്റും അവിടെ കുറേ കുട്ടികൾ പെട്ടെന്ന് വീഴുകയും അവിടെ ഒരു സഡൻ ഒരു സംഭവം ഉണ്ടാവുകയും ചെയ്യും. അതേപോലെ തന്നെയാണ് പ്ലേറ്റുകൾക്ക് ഈ ഫ്രിക്ഷനെ ഓവർകം ചെയ്തു പോകാനുള്ള ഒരു സാധ്യത ഉണ്ടാകുമ്പോൾ അവിടെ ഒരു സഡൻ മൂവ്മെൻ്റ് ആണ് സംഭവിക്കുക. സഡൻ മൂവ്മെൻറ്റ് ഓർ റപ്ചർ, സഡൻ മൂവ്മെൻ്റ് ഉണ്ടാകുന്നു. ആ സഡൻ മൂവ്മെൻറ്റ് എന്ത് സംഭവിക്കുന്നു? ദിസ് എനർജി ട്രാവൽസ് ടു ദ സർഫസ്. അവിടെ ഒരു വലിയ ഒരു പ്രകമ്പനം ഉണ്ടാകുന്നു. പ്രകമ്പനം, അതിന് നമ്മൾ പറയുന്ന പേരെന്താണോ? അവിടെ ഒരു ട്രിമേഴ്സ് ഒക്കെ. ട്രിമേഴ്സ് മീൻസ് വിറയൽ ഉണ്ടാകുന്നു. there occur a tremors, waves created, seismic waves created there. This energy travels to the surface as seismic waves. ഈ അവിടെ ഉണ്ടാകുന്ന ആ ഒരു സഡനായിട്ടുണ്ടാകുന്ന ആ ഒരു എനർജി സീസ്മിക് വേവ്സ് ആയിട്ട് മാറുകയും സീസ്മിക് വേവ്സ് ദേ ട്രാവൽ ടു ദ സർഫസ്, അത് സർഫസിലേക്ക് ട്രാവൽ ചെയ്തു പോവുകയും ചെയ്യുന്നു. വിച്ച് ആർ എക്സ്പീരിയൻസ്ഡ് ആസ് എർത്ത്. ഇതെല്ലാം നമുക്ക് എങ്ങനെ എക്സ്പീരിയൻസ് ആകുന്നു? എർത്ത് ക്വേക്കായിട്ട് എക്സ്പീരിയൻസ് ആകുന്നു. ഈ സീസ്മിക് വേവ്സ് 3 ടൈപ്പ് ഉണ്ട്. അതിൽ ഒന്നാമത്തേത് പ്രൈമറി വേവ്സ്, സെക്കൻഡറി വേവ്സ് ആൻഡ് സർഫസ് വേവ്സ്. ഇതിൽ സർഫസ് വേവ്സ് ആണ് ഏറ്റവും ഡിസ്ട്രക്ഷൻ ഉണ്ടാക്കുന്നത്. സർഫസ് വേവ്സ് ആണ്. നിങ്ങൾക്കത് വായിക്കാൻ നിങ്ങൾക്ക് പേജ് നമ്പർ 145 ഈ എർത്ത് ക്വേക്ക് ഉണ്ടാകുമ്പോൾ ഉണ്ടാകുന്ന സീസ്മിക് വേവ്സിനെ പറ്റി ഒരു ബോക്സ് തന്നിട്ടുണ്ട്, വായിച്ചു നോക്കണം. സീസ്മിക് വേവ്സ് 3 ടൈപ്പ് ഉണ്ട്. അതിൽ ആദ്യം ജനറേറ്റ് ചെയ്യുന്ന സീസ്മിക് വേവ് എന്ന് പറയുന്നത് പ്രൈമറി വേവ്സ് ആണ്. രണ്ടാമത് അതിൻ്റെ മുകളിലേക്ക് ഉണ്ടാകുന്നത് സെക്കൻഡറി വേവ്സ് ആണ്. വീണ്ടും അത് സർഫസിൻ്റെ ഭാഗത്തേക്ക് പോകുമ്പോൾ അതിനെ നമ്മൾ സർഫസ് വേവ്സ് എന്ന് പറയും. ഈ സർഫസ് വേവ്സ് ആണ് ഡിസാസ്റ്റേഴ്സ് ഉണ്ടാക്കുക. എർത്ത് ക്വേക്ക് കൊണ്ട് ധാരാളം ഡിസാസ്റ്റേഴ്സ് ഉണ്ടാകും. ബിൽഡിങ്സ് ഒക്കെ കൊളാപ്സ് ചെയ്ത് ഭൂമിയിൽ വലിയ ക്രാക്സ് ഒക്കെ ഉണ്ടായി, അങ്ങനെ വലിയ ഡിസാസ്റ്റേഴ്സ് സംഭവിക്കും. ഈ ഡിസാസ്റ്റേഴ്സ് എല്ലാം ഉണ്ടാക്കുന്ന വേവ് ഏതാണ്? ആ 3ാമത്തെ വേവാണ്. ആ വേവിൻ്റെ പേരെന്താണ്? സർഫസ് വേവ്. ഓക്കെ, അപ്പോൾ എങ്ങനെയാണ് ഒരു എർത്ത് ക്വേക്ക് ഉണ്ടാകുന്നതെന്ന് നിങ്ങൾക്ക് ക്ലിയർ ആയോ? എർത്ത് ക്വേക്ക് ഉണ്ടാകാനുള്ള കാരണം ലിത്തോസ്ഫിയറിക് പ്ലേറ്റുകളുടെ മൂവ്മെൻ്റ് ആണ്. ലിത്തോസ്ഫിയറിക് പ്ലേറ്റുകൾ മൂവ് ചെയ്യുമ്പോൾ അവിടെ ഫ്രിക്ഷൻ ഉണ്ടാകുന്നു. Because of this, the generation of friction, what happened? There is a restriction for the movement of lithospheric plate. When the pressure of the plate overcome the friction, what happened? A sudden movement occur there and tremors are created. അവിടെ വലിയ tremors, വിറയൽ ഉണ്ടാകുന്നു along the plate margins. This energy or the seismic waves created in that sudden movement travels to the surface, and the surface wave created so many destructions.
we experience all these are earthquakes. These tremors are experienced as earthquakes. Do you understand? അവിടെ ഉണ്ടാകുന്ന ആ പ്ലേറ്റ് മാർജിനിൽ സഡനായിട്ട് സംഭവിക്കുന്ന ആ ട്രിമേഴ്സ് ആണ് ട്രമേഴ്സ് അതാണ് എന്തായിട്ട് മാറുന്നത്? നമുക്ക് എർത്ത് ആയിട്ട് എക്സ്പീരിയൻസ് ആകുന്നത്. ഓക്കെ, ദെൻ വാട്ട് ആർ ദ ഇവിടെ നമുക്ക് ഈ എർത്ത് ക്വേക്കിൻ്റെ ഒരു ഡയഗ്രം നമുക്ക് കാണാം. കണ്ടോ, ഭൂമിയുടെ ഉള്ളിൽ ലിത്തോസ്ഫിയറിക് പ്ലേറ്റുകളുടെ ബൗണ്ടറിയിൽ എർത്ത് ക്വേക്ക് ഉണ്ടാകുന്നതിന് ഒരു ഫോക്കസ് ഉണ്ട്. അതിൻ്റെ ഒരു ഡയഗ്രാം, എപ്പി സെൻറ്റർ, ഹൈപ്പോസെൻറ്റർ. ഹൈപ്പോസെൻറ്റർ ഹാസ് അനദർ നെയിം ഫോക്കസ്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ഈ ഡയഗ്രത്തിലേക്ക് നോക്കിയാൽ നിങ്ങൾക്ക് അവിടെ വ്യക്തമായിട്ട് ഫോക്കസ് കാണാം. എവിടെയാണോ ഈ എർത്ത് ക്വേക്ക് ഒറിജിൻ ചെയ്യുന്നത്, അത് ജനറേറ്റ് ചെയ്യുന്നത്, ആ പോയിന്റിന് പറയുന്ന പേരാണ് ഫോക്കസ്. ഇപ്പോൾ ഇവിടെ നിങ്ങൾ ഫോക്കസ് കണ്ടു. ഈ ഫോക്കസിൽ നിന്നും ഉണ്ടാകുന്ന സീസ്മിക് വേവ്സ് അവിടെ വട്ടത്തിൽ അല്ലേ റൗണ്ടായിട്ട് കൊടുത്തിരിക്കുന്നുണ്ടോ? ദേ ആർ സീസ്മിക് വേവ്സ്. ഫസ്റ്റിലെ ഒറിജിനേറ്റ് ചെയ്യുന്ന സീസ്മിക് വേവിനെ നമ്മൾ പ്രൈമറി വേവ് എന്ന് പറയും. അത് കഴിഞ്ഞത് മുന്നോട്ട് വരുമ്പോൾ നമ്മളതിനെ വിളിക്കുന്നതാണ് നമ്മുടെ സെക്കൻഡറി വേവ്സ്. അത് വീണ്ടും സർഫസിലേക്ക് എത്തുമ്പോൾ അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് നമ്മുടെ സർഫസ് വേവ്. അപ്പോൾ സർഫസിൽ ഈ ഫോക്കസിൽ നിന്നും സർഫസിലേക്ക് നമ്മളൊരു പെർപെൻഡിക്കുലർ വരച്ചാൽ നമുക്ക് സർഫസിലെത്താം. അതിനെ പറയുന്ന പേരാണ് എപ്പി സെൻറ്റർ. ഓക്കെ, ഫോക്കസ് ആൻഡ് എപ്പി സെൻറ്റർ. നമുക്കതിൻ്റെ ഡെഫിനിഷൻ ഒന്ന് പഠിക്കാം. വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ഫോക്കസ് ആൻഡ് എപ്പി സെൻറ്റർ? ഫോക്കസിന് മറ്റൊരു പേരുണ്ട്, ഹൈപ്പോ സെൻറ്റർ എന്നതിന് പറയും. ഫോക്കസ് ഹാസ് അനദർ നെയിം, ഹൈപ്പോ സെൻറ്റർ. വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ എപ്പി സെൻറ്റർ ആൻഡ് ഹൈപ്പോ സെൻറ്റർ? The point inside the earth from which the energy released is called the focus or hypocenter. എവിടെ നിന്നാണോ ആദ്യമായിട്ട് ആ എനർജി റിലീസ് ആകുന്നത്, ആ പോയിന്റിനെ, എർത്തിൻ്റെ ഇൻസൈഡിലിരിക്കുന്ന ആ പോയിന്റിനെ വിളിക്കുന്ന പേരാണ് ഫോക്കസ് ഓർ ഹൈപ്പോസെൻറ്റർ. ദ പോയിന്റ് ഓൺ ദ എർത്ത് സർഫസ് ഡയറക്ട്ലി എബവ് ദ ഫോക്കസ്. ഫോക്കസ് ആ ഫോക്കസ് പോയിന്റ് ഉണ്ടല്ലോ, ആ പോയിന്റിൽ നിന്നും ഡയറക്റ്റായിട്ട് ഒരു വര നമ്മളെ എർത്തിൻ്റെ സർഫസിലേക്ക് വരച്ചാൽ നമ്മൾ എവിടെ എത്തും? അറ്റ് ഈസ് കോൾഡ് എപ്പി സെൻറ്റർ. ദ പോയിന്റ് ഓൺ ദ എർത്ത് സർഫസ് ഡയറക്ട്ലി എബവ് ദ ഫോക്കസ് ഈസ് കോൾഡ് ദ എപ്പി സെൻറ്റർ. The epicenter is closest to the hypocenter and it is this point that seismic waves reach first. എപ്പിസെൻറ്ററും ഹൈപ്പോസെൻറ്ററും വളരെ ക്ലോസ് ആണെങ്കിൽ സീസ്മിക് വേവ്സ്, സർഫസ് വേവ്സ് ഏറ്റവും ഫസ്റ്റിൽ എവിടെ എത്തും? ഇറ്റ് റീച്ച് ദ എപ്പിസെൻറ്റർ. ഈ എപ്പിസെൻറ്ററും നോക്കുക, ഫോക്കസും എപ്പിസെൻറ്ററും കാണുക. ഫോക്കസിന് നേരെ മുകളിൽ സർഫസിലുള്ള പോയിൻ്റാണ് എപ്പിസെൻറ്റർ. ഫോക്കസും എപ്പിസെൻറ്ററും വളരെ ക്ലോസ് ആണെങ്കിൽ സർഫസ് വേവ്സ് ആദ്യം എത്തുന്നത് എവിടെയായിരിക്കും? ഇറ്റ് ഫസ്റ്റ് റീച്ച് ഇൻ ദ എപ്പിസെൻറ്റർ അല്ലേ? ഏറ്റവും ആദ്യം എപ്പിസെൻറ്ററിൽ എത്തുക. എങ്ങനെയാണെങ്കിൽ ഫോക്കസും എപ്പിസെൻറ്ററും തമ്മിൽ ഡിസ്റ്റൻസ് കുറവാണെങ്കിൽ, അവർ വളരെ ക്ലോസ് ആണെങ്കിൽ സർഫസ് വേവ്സ് ആദ്യം എത്തുന്നത് എപ്പിസെൻറ്ററിലാണ്. അപ്പം നമ്മൾ ഏറ്റവും കൂടുതൽ ഭയപ്പെടേണ്ടത് എവിടെ നിൽക്കുന്നതാണ്? എപ്പിസെൻറ്ററിൽ നിൽക്കാൻ പാടില്ല. കാരണം അവിടെയായിരിക്കും സർഫസ് വേവ്സ് ആദ്യം എത്തുകയും വലിയ ഡിസാസ്റ്റേഴ്സ് ക്രിയേറ്റ് ചെയ്യുകയും വലിയ പ്രശ്നങ്ങൾ ഉണ്ടാവുകയും ചെയ്യുക. അപ്പോൾ എപ്പിസെൻറ്റർ ഏറ്റവും നമ്മൾ വിട്ടു നിൽക്കേണ്ട അല്ലെങ്കിൽ ഏറ്റവും ഭയപ്പെടേണ്ട ഒരു പോയിൻ്റാണ് ഈ എപ്പിസെൻറ്റർ. കാരണം സീസ്മിക് വേവ്സ് ആദ്യം എത്തുന്നത് എപ്പിസെൻറ്ററിലായിരിക്കും. ഓക്കെ, നെക്സ്റ്റ്, വാട്ട് ആർ ദ അതർ റീസൺസ് ഫോർ ദ ഒക്കറൻസ് ഓഫ് എർത്ത് ക്വേക്ക് ഉണ്ടാകാനുള്ള ഫസ്റ്റ് റീസണാണ് നമ്മൾ പറയുന്നത്. എന്താണ്? ഈ പ്ലേറ്റ് മൂവ്മെൻറ്റ്സ്, ഫ്രിക്ഷൻ ജനറേറ്റഡ് ഇൻ ദ പ്ലേറ്റ് മൂവ്മെൻറ്റ് ഓർ പ്ലേറ്റ് മാർജിൻസ്. സെക്കൻഡ് റീസൺ, വോൾക്കാനിക് ഇറപ്ഷൻ. വെൻ ദർ ഈസ് വോൾക്കാനിക് ഇറപ്ഷൻ ഓക്കേഴ്സ്, എർത്ത് ക്വേക്ക് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. എർത്ത് ക്വേക്സ് കാരണം വോൾക്കാനിക് ഇറപ്ഷൻ്റെ ആ ഒരു ഇൻറ്റൻസിറ്റി കൊണ്ട് ഭൂമി ഇങ്ങനെ ട്രമർ ആയി മാറാം. ട്രമേഴ്സ് വിറയലുണ്ടാകാം. സോ വോൾക്കാനിക് ഇറപ്ഷൻ. ദെൻ ദ കൊളാപ്സ് ഓഫ് മൈൻ റൂഫ്സ് ഇൻ ഇൻറ്റൻസീവ് മൈനിങ് ഏരിയ. വലിയ മൈനിങ് ഏരിയകളിലെ മൈനുകളുടെ റൂഫ് ചിലപ്പോൾ, മൈനുകളുടെ ഏറ്റവും മുകളിലുള്ള ഭാഗം ചിലപ്പോൾ തകർന്നു വീഴാം. സോ മൈൻ കൊളാപ്സ് ഉണ്ടാകുമ്പോൾ അവിടെ ട്രമേഴ്സ് ഉണ്ടാകാം.
അതും എർത്ത് ക്വേക്കാണ്. ട്രെമേഴ്സ് ജനറേറ്റഡ് ഇൻ ദ കൊളാപ്സ് ഓഫ് മൈൻ റൂഫ്സ്. ദെൻ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് എക്സ്പ്ലോഷൻസ്. എർത്തിൻ്റെ ഇൻറ്റീരിയറിൽ ഉണ്ടാകുന്ന എക്സ്പ്ലോഷൻസ് കൊണ്ടും എർത്ത് ക്വേക്സുകൾ ഉണ്ടാകാം. കാരണം ബിക്കോസ് ഓഫ് ദിസ് എക്സ്പ്ലോഷൻസ്, എന്താണ്, പൊട്ടിത്തെറികൾ, ബിക്കോസ് ഓഫ് ദിസ് എക്സ്പ്ലോഷൻസ് ട്രെമേഴ്സ് generate in the interior of the earth and it create earthquakes. Seismic waves are created and the surface waves create so many damages. We call that earthquake. അപ്പോൾ എർത്ത് ഉണ്ടാകാനായിട്ട് പ്ലേറ്റ് മാർജിൻസിലെ ഫ്രിക്ഷൻ ഒരു കാരണമാണ്, വോൾക്കാനിക് ഇറപ്ഷൻ മറ്റൊരു കാരണമാണ്, കൊളാപ്സ് ഓഫ് മൈൻ റൂഫ്സ് മറ്റൊരു കാരണം, എക്സ്പ്ലോഷൻസ് ഒക്കെ എർത്ത് ഉണ്ടാക്കാം. ഹ്യൂജ് എക്സ്പ്ലോഷൻസ് also create earthquakes. These are the other reasons. Okay, then distribution of earthquakes. നിങ്ങൾ മാപ്പ് കണ്ടേ, എർത്ത് ക്വേക്സ് ഉണ്ടായ സ്ഥലങ്ങളാണ് അവിടെ കളർ കൊടുത്തിരിക്കുന്നത്. ഓൾ ദീസ് ഏരിയാസ് ആർ ഇൻ പ്ലേറ്റ് മാർജിൻസ്. പ്ലേറ്റുകളുടെ മാർജിനിലല്ലേ എല്ലാ എർത്ത് ക്വേക്കും സംഭവിച്ചിരിക്കുന്നത്. അതാണ് നമ്മൾ ആദ്യമേ പഠിച്ചത്. പ്ലേറ്റ് മാർജിൻസിലാണ് എർത്ത് ക്വേക്കുകൾ സംഭവിക്കാൻ ഏറ്റവും ആ ഏരിയകളെയാണ് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്. ഒക്കറൻസ് ഓഫ് എർത്ത് ടേക്സ് പ്ലേസ് ഇൻ പ്ലേറ്റ് മാർജിൻസ്. ആ പ്ലേറ്റ് മാർജിനുകൾ, പ്ലേറ്റ്സ് മൂവ് ചെയ്യുന്ന ആ മാർജിൻസിൽ ഉണ്ടാകുന്ന ഫ്രിക്ഷൻ പ്ലേറ്റ് മൂവ്മെൻറ്റിനെ റെസ്ട്രിക്റ്റ് ചെയ്യുകയും അവിടെ ഒരു റെസ്ട്രിക്ഷൻ ഉണ്ടായി അവിടെ എനർജി ജനറേറ്റ് ചെയ്യുകയും ഈ ഫ്രിക്ഷൻ ആ പ്ലേറ്റ് മൂവ്മെൻറ്റിൻ്റെ ആ എനർജി ഫ്രിക്ഷനെ മറികടക്കുമ്പോൾ അവിടെ വലിയ എനർജി ജനറേറ്റ് ചെയ്യപ്പെടുന്നു. അതാണ് എർത്ത് ക്വേക്കായിട്ട് മാറുക. ഓക്കെ, ദെൻ ലിസ്റ്റ് ദ പോസിബിൾ ഡിസാസ്റ്റേഴ്സ് കോസ്ഡ് ബൈ എർത്ത് ക്വേക്ക്. എർത്ത് ക്വേക്സ് കൊണ്ട് എന്തൊക്കെ ഡിസാസ്റ്റേഴ്സ് സംഭവിക്കാം, എന്തൊക്കെ അപകടങ്ങൾ സംഭവിക്കാം, ഡിസാസ്റ്റേഴ്സ് എന്തൊക്കെ ഉണ്ടാകാം. ഫസ്റ്റ് വൺ, ബിൽഡിങ്സ് കൊളാപ്സ്. സെക്കൻഡ്, ഗ്രൗണ്ട് ഷേക്കിംഗ് ആൻഡ് റപ്ചർ ക്രാക്സ്. ഗ്രൗണ്ട് ഷേക്ക് ചെയ്യുന്നു, ഗ്രൗണ്ടിൽ വിള്ളലുകളും വിടവുകളും ഒക്കെ ഉണ്ടാകുന്നു. സോയിൽ ലിക്വിഫേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, സോയില് ലൂസായി വെള്ളം കയറി അങ്ങനെ സോയിൽ ആകാം. ദെൻ ഫയറുകൾ ഉണ്ടാകാം, ഫയേഴ്സ്. നമുക്കറിയാം എർത്ത് ക്വേക്ക് ഷിവർ ചെയ്യുമ്പോൾ, ഷിവർ ചെയ്യുക എർത്തിൻ്റെ സർഫസ്, അങ്ങനെ ഷിവറിങ് ഉണ്ടാകുമ്പോൾ ഇങ്ങനെ വലിയ ഫയറൊക്കെ ഉണ്ടാകാം, നമ്മുടെ ഗ്യാസൊക്കെ തീ പിടിക്കുകയും അങ്ങനെ വലിയ ഫയേഴ്സൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്, കാരണം ഷിവറിങ് അല്ലേ. ദെൻ ലാൻഡ് സ്ലൈഡ് സംഭവിക്കാം. എർത്തിൻ്റെ സർഫസിൽ ഷിവറിങ് ഉണ്ടാകുമ്പോൾ ലാൻഡുകളൊക്കെ ഇടിഞ്ഞു വീണ് ലാൻഡ് സ്ലൈഡുകൾ സംഭവിക്കാം. ഇനിയും എർത്തിൻ്റെ ഈ ഷിവറിങ് സംഭവിക്കുന്നത്, ഈ എർത്ത് ക്വേക്ക് സംഭവിക്കുന്നത് ഓഷ്യൻ ഫ്ലോറിലാണെങ്കിൽ സുനാമി ഉണ്ടാകാം. ദെൻ ഫ്ലഡ് സംഭവിക്കാം, ഫ്ലഡ്സ്. ദെൻ സോ മെനി ഹെൽത്ത് ഇഷ്യൂസ്, ആളുകൾക്ക് മെൻ്റലി ഫിസിക്കലി ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടാകാം. ഓൾ ദീസ് ആർ ദ ഡിസാസ്റ്റേഴ്സ്. ഇനിയും നമുക്ക് കൂടുതൽ എഴുതി ചേർക്കാം, നിങ്ങൾ ഇത്രയുമെങ്കിലും പഠിച്ചു വെക്കുക. ഡിസാസ്റ്റേഴ്സ് കോസ്ഡ് ബൈ എർത്ത് ക്വേക്സ്, സോ മെനി ഡിസാസ്റ്റേഴ്സ്. ഇത് സിമ്പിൾ അല്ലേ, നമുക്ക് അടുത്തതിലേക്ക് പോകാം. ദെൻ ഹൗ ക്യാൻ വി മിറ്റിഗേറ്റ് ദ ഇൻറ്റൻസിറ്റി ഓഫ് ഡിസാസ്റ്റേഴ്സ് കോസ്ഡ് ബൈ എർത്ത് ക്വേക്സ്. എർത്ത് ക്വേക്സ് ഉണ്ടാക്കുന്ന ഡിസാസ്റ്റേഴ്സിൻ്റെ ഇൻറ്റൻസിറ്റി, അതിൻ്റെ തീവ്രത നമുക്ക് എങ്ങനെ കുറയ്ക്കാം. നമുക്ക് ഈ എർത്ത് ക്വേക്കിനെ നമുക്ക് ഒരിക്കലും പ്രിവെൻറ്റ് ചെയ്യാൻ സാധിക്കത്തില്ല. കാരണം എന്താണ്, എർത്ത് ക്വേക്ക് അത് എൻഡോജനിക് ആയിട്ടുള്ള മൂവ്മെൻറ്റ്സ് കൊണ്ടൊക്കെ സംഭവിക്കാം. ഇറ്റ് ഈസ് നാച്ചുറൽ. ബട്ട് വി ക്യാൻ മിറ്റിഗേറ്റ് ദ ഇൻറ്റൻസിറ്റി ഓഫ് ഡിസാസ്റ്റേഴ്സ് കോസ്ഡ് ബൈ എർത്ത് ക്വേക്ക്. എർത്ത് ക്വേക്ക് ഉണ്ടാക്കുന്ന ഡിസാസ്റ്റേഴ്സിൻ്റെ ആ ഒരു ഇൻറ്റൻസിറ്റി നമുക്ക് കുറയ്ക്കാൻ പറ്റും. നമ്മൾ 2 കാര്യങ്ങൾ ശ്രദ്ധിക്കണം, 2 അല്ല 3 കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ഇവിടെ ഒരു ചിഹ്നമിടാൻ വിട്ടുപോയി കേട്ടോ. അഡോപ്റ്റ് പ്രിസൈസ് പ്രിവെൻറ്റീവ് മെഷേഴ്സ് നമ്മൾ പഠിക്കുന്നുണ്ട്. എന്തൊക്കെയാണ് പ്രിവെൻറ്റീവ് മെഷേഴ്സ് നമ്മൾ അഡോപ്റ്റ് ചെയ്യുക. എവിടെയും പ്രിവെൻഷൻ ആണല്ലോ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ എർത്ത് ക്വേക്കിൻ്റെ ഡിസാസ്റ്റേഴ്സിൽ നിന്നും നമുക്ക് കുറച്ചൊക്കെ അത് കുറയ്ക്കണമെങ്കിൽ ആദ്യമായിട്ട് നമ്മൾ പ്രിവെൻറ്റീവ് മെഷേഴ്സ് എടുക്കണം. അത് ടീച്ചർ പഠിപ്പിക്കുന്നുണ്ട്. ആ പ്രിവെൻറ്റീവ് മെഷേഴ്സ് എന്തൊക്കെയാണ്? റേസ് അവയർനെസ് എമംഗ് പീപ്പിളിനെ അവയർനെസ് കൊടുക്കുക. എർത്ത് ക്വേക്കിൽ നിന്ന് എങ്ങനെ നമ്മൾ അതിൻ്റെ ഡിസാസ്റ്റർ കുറയ്ക്കണം, അതിനെപ്പറ്റി ക്ലാസ്സുകളും അതിനെപ്പറ്റിയുള്ള ചർച്ചകളും ക്ലാസ്സുകളും ഒക്കെ കൊടുത്ത് ആളുകളെ അവെയറാക്കുക. ഓക്കെ, ദെൻ ഒബേ ദ ഇൻസ്ട്രക്ഷൻസ് ഗിവൺ ബൈ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് അതോറിറ്റി. നമുക്കറിയാം നാഷണൽ ലെവലിലും സ്റ്റേറ്റ് ലെവലിലും ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് അതോറിറ്റി ഉണ്ട്. കേരളത്തിൽ കേരള ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് അതോറിറ്റി ഉണ്ട്. നാഷണൽ ലെവലിൽ നാഷണൽ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് അതോറിറ്റി ഉണ്ട്. ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് അതോറിറ്റി സമയാസമയങ്ങളിൽ നമുക്ക് തരുന്ന ഇൻസ്ട്രക്ഷൻസ്, ഓക്കെ, വി ഹാവ് ടു ഒബേ ദ ഇൻസ്ട്രക്ഷൻസ് ഗിവൺ ബൈ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് അതോറിറ്റി.
ഇത് ഒബേ ചെയ്താൽ തന്നെ നമുക്കിതിൻ്റെ ഇൻറ്റൻസിറ്റി കുറയ്ക്കാനായിട്ട് പറ്റും. ഓക്കെ, അപ്പം പ്രിവെൻറ്റീവ് മെഷേഴ്സ് എടുക്കുക, അവയർനെസ് ഉള്ള ആളുകൾക്ക് കൊടുക്കുക, അതുപോലെ തന്നെ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് അതോറിറ്റിയുടെ ഇൻസ്ട്രക്ഷൻസ് നമ്മളെ ഒബേ ചെയ്യുക. ഓക്കെ, ദെൻ പ്രിപ്പയർ എ ചാർട്ട് ടൈറ്റിൽ ഹൗ ടു ഫേസ് എർത്ത് ക്വേക്സിനെ എങ്ങനെ ഫേസ് ചെയ്യണം. നിങ്ങൾക്ക് തന്നിരിക്കുന്ന നിങ്ങളുടെ ഒരു ആക്ടിവിറ്റിയാണിത്. ആക്ടിവിറ്റി നിങ്ങൾ ചെയ്യേണ്ടതാണ്. ടീച്ചർ അത് ചെയ്ത് നിങ്ങൾക്ക് തന്നിരിക്കുക. ഹൗ ടു ഫേസ് എർത്ത് ക്വേക്ക്, അതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. എർത്ത് ക്വേക്കിനെ നമ്മൾ എങ്ങനെ ഫേസ് ചെയ്യണം? 3 തരത്തിലാണ് നമ്മൾ എർത്ത് ക്വേക്കിനെ ഫേസ് ചെയ്യേണ്ടത്. ബിഫോർ ദ ഡിസാസ്റ്റർ, ഡ്യൂറിങ് ദ ഡിസാസ്റ്റർ ആൻഡ് ആഫ്റ്റർ ദ ഡിസാസ്റ്റർ. ഡിസാസ്റ്റർ ഉണ്ടാകുന്നതിന് മുമ്പ് നമ്മൾ ചില കാര്യങ്ങൾ ചെയ്തു വെക്കണം. ഡിസാസ്റ്റർ സമയത്ത് ചില കാര്യങ്ങൾ നമ്മൾ ചെയ്യണം. ഡിസാസ്റ്റർ കഴിഞ്ഞിട്ട് നമ്മൾ ചില കാര്യങ്ങൾ ചെയ്യണം. 3 ഫേസിൽ ഇത് ചെയ്യണം. 3 ഫേസ്. ഒന്നാമത്തെ ഫേസ് എന്ന് പറയുന്നത് ബിഫോർ ദ ഡിസാസ്റ്റർ. ഡിസാസ്റ്റർ ഉണ്ടാകും, അതിനു മുമ്പ് നമ്മൾ എന്ത് ചെയ്തു വെക്കണം? നമുക്ക് നമ്മുടെ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് അതോറിറ്റി ഏറ്റവും മോസ്റ്റ് മോഡേൺ ഇൻസ്ട്രുമെൻറ്റ്സ് ഉപയോഗിച്ച് ഈ ഡിസാസ്റ്ററിനെ സംബന്ധിച്ച് നേരത്തെ തന്നെ നമുക്ക് വാർണിംഗ് തരും. അപ്പോൾ നമുക്കറിയാം ഡിസാസ്റ്റർ സംഭവിക്കാം. അപ്പോൾ നമ്മൾ ബിഫോർ എന്ത് ചെയ്യണം? ക്രിയേറ്റ് ആൻ എമർജൻസി കിറ്റ്. നമ്മുടെ വീട്ടിൽ എല്ലാവർക്കും വേണ്ടി ഒരു എമർജൻസി കിറ്റ്. ഈ എമർജൻസി കിറ്റിൽ എന്തൊക്കെ ഉണ്ടാകണമെന്നൊക്കെ നിങ്ങളൊന്ന് നോക്കണം കേട്ടോ. ഗൂഗിളിലൊക്കെ ഒന്ന് സെർച്ച് ചെയ്ത് നോക്കണം. എമർജൻസി കിറ്റ് നമ്മൾ എങ്ങനെയാണ് റെഡിയാക്കേണ്ടത്, അതിനകത്ത് എന്തൊക്കെ സംഗതികളെ, എന്തൊക്കെ ഗുഡ്സ് നമ്മൾ വെക്കണം, അതൊക്കെ നിങ്ങൾ നോക്കിക്കോണേ. അപ്പോൾ നമ്മളൊരു എമർജൻസി കിറ്റ് റെഡിയാക്കുക. ക്രിയേറ്റ് ആൻ എമർജൻസി കിറ്റ്. ലൊക്കേറ്റ് സേഫ് പ്ലേസ്. പോകാനുള്ളൊരു സേഫ് പ്ലേസ് നമ്മൾ ലൊക്കേറ്റ് ചെയ്ത് വെക്കുക. ഡോക്യുമെൻറ്റ്സ് എല്ലാം എടുത്ത്, ഇമ്പോർട്ടൻറ്റ് റെക്കോർഡ്സ് എല്ലാം എടുത്ത് വെക്കുക. ഓക്കെ, അപ്പോൾ എമർജൻസി കിറ്റ്, ഡോക്യുമെൻറ്റിൻ്റെ മറ്റൊരു റെക്കോർഡ്, പിന്നെ സേഫ് പ്ലേസ് നേരത്തെ തന്നെ ലൊക്കേറ്റ് ചെയ്ത് വെക്കുക പോകാൻ വേണ്ടി, അല്ലേ? കണ്ടുവെക്കണം. ഓക്കെ, ദെൻ ഡ്യൂറിങ് ദ ഡിസാസ്റ്റർ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു, എർത്ത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നു, നമ്മൾ എന്ത് ചെയ്യണം? ഡ്രോപ്പ്, കവർ ആൻഡ് ഹോൾഡ് ഓൺ. നമ്മുടെ ബിൽഡിങ്ങിനകത്താണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? നമ്മളെ കവർ ചെയ്യണം. എങ്ങനെ കവർ ചെയ്യണം? നമ്മുടെ കയ്യെ മുട്ടിന് ഇടയിലേക്ക്, നമ്മുടെ 2 കൈകളും നമ്മുടെ കാൽമുട്ടിനിടയിലേക്ക് വച്ചുകൊണ്ട് നമ്മൾ ഏതെങ്കിലും മേശ പോലെയുള്ള സാധനങ്ങളുടെ അടിയിലേക്ക് കയറിയിരിക്കുക. ഹോൾഡ് ഓൺ, അവിടെ ഇരിക്കുക. പ്രൊട്ടക്റ്റ് അവർ ഹെഡ്. നമ്മൾ ഏറ്റവും ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ ഹെഡ് പ്രൊട്ടക്റ്റ് ചെയ്യാനായിട്ട് ഏതെങ്കിലും ഒരു കട്ടിയുള്ള സാധനത്തിൻ്റെ അല്ലെങ്കിൽ മേശ പോലെയൊക്കെ ഉള്ളതിൻ്റെ അടിയിൽ കയറിയിരിക്കുക. സ്റ്റേ ഇൻസൈഡ് അണ്ടിൽ ദ ഷേക്കിംഗ് സ്റ്റോപ്പ് ആകുന്നത് വരെ നമ്മൾ പുറത്തേക്ക് പോകാൻ പാടില്ല. നമ്മൾ സ്റ്റേ ഇൻസൈഡ്, സേഫായിട്ടുള്ളൊരു സ്ഥലത്ത്, ഇതുപോലെ മേശയുടെയോ കട്ടിലിൻ്റെയോ ഒക്കെ അടിയിൽ നമ്മൾ സേഫ് ആയിട്ടിരിക്കുക. ഒരിക്കലും പുറത്തേക്ക് പോകല്ലേ. ഷേക്കിംഗ് സ്റ്റോപ്പ് ആയതിനു ശേഷം, സേഫ് ആയതിനു ശേഷമേ നമ്മൾ പുറത്തേക്ക് മൂവ് ചെയ്യാവൂ. അപ്പോൾ മൂവ്മെൻറ്റ് പാടില്ല. ഏത് സമയത്താണ്? ഡ്യൂറിങ് ദ ഡിസാസ്റ്റർ, ഈ ട്രെമേഴ്സ്, ഷേക്കിംഗ് സംഭവിക്കുന്ന സമയത്ത്. ആഫ്റ്റർ ദ ഡിസാസ്റ്റർ വി ഹാവ് ടു ഡു? സ്റ്റേ കാം. നമ്മൾ ഒരിക്കലും ടെൻഷൻ പിടിക്കരുത്. സ്റ്റേ കാം. മൂവ് ടു എ സേഫ് പ്ലേസ്. നമുക്കറിയാം, നമ്മുടെ റെസ്ക്യൂ ചെയ്യുന്ന ആൾക്കാർ വരും. അവരുടെ സഹായത്തോടെ ഒരു സേഫ് പ്ലേസിലേക്ക് നമ്മൾ മൂവ് ചെയ്യുക. അതുപോലെ തന്നെ ഈ എർത്ത് ക്വേക്ക് ഉണ്ടാകുന്ന സ്ഥലത്തെ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് തിരിച്ചു പോകാൻ പറയുന്നത് വരെ നമ്മളൊരു സേഫ് ലൊക്കേഷനിൽ പോയി താമസിക്കുക. ഓക്കെ, ദീസ് ആർ ദ ആഫ്റ്റർ വി ഹാവ് ടു ഡു ആഫ്റ്റർ ദ ഡിസാസ്റ്റർ. അപ്പോൾ ബിഫോർ ദ ഡിസാസ്റ്റർ, ഡ്യൂറിങ് ദ ഡിസാസ്റ്റർ ആൻഡ് ആഫ്റ്റർ ദ ഡിസാസ്റ്റർ വാട്ട് വി ഹാവ് ടു ഡു. 3 ഫേസസ്. ഓക്കെ, സിമ്പിളല്ലേ? അത് നോക്കുക. ദെൻ നമുക്ക് ഈ ഓഷ്യൻ ഫ്ലോറിലാണ് എർത്ത് ക്വേക്ക് സംഭവിക്കുന്നതെങ്കിൽ എർത്ത് ക്വേക്കിൻ്റെ ഇൻറ്റൻസിറ്റി അളക്കുന്നത് നമുക്കറിയാം, അത് പറയുന്നത് സീസ്മോഗ്രാഫ് വെച്ചാണ്. സീസ്മോഗ്രാഫിൽ നമ്മൾ റിച്ചർ സ്കെയിലിൽ 9.1 ഒക്കെ റിച്ചർ സ്കെയിലിൽ വന്ന ഒരു ഡിസാസ്റ്റർ നമ്മുടെ കേരളത്തിൽ, അല്ലെങ്കിൽ പ്രത്യേകിച്ച് നമ്മുടെ ഇന്ത്യയിൽ സംഭവിച്ച ഒരു ഡിസാസ്റ്ററിനെ സംബന്ധിച്ച് പറയുന്നുണ്ട്. എർത്ത് ക്വേക്ക് 9.1 ഇൻറ്റൻസിറ്റിയുള്ള എർത്ത് ക്വേക്ക് ഇന്ത്യൻ ഓഷ്യനിൽ സംഭവിക്കുകയും അത് സുമാത്രയിലാണ് സംഭവിച്ചത്. 2004 ഡിസംബർ 26 വലിയൊരു സുനാമി നമ്മുടെ ഇന്ത്യയിലുണ്ടായി. അത് ഇന്ത്യയിൽ മാത്രമല്ല, ഇന്ത്യൻ ഓഷ്യൻ്റെ അതിൻ്റെ
ബാങ്ക്സിൽ ഉള്ള മിക്ക രാജ്യങ്ങളിലും സംഭവിക്കുകയും വലിയ ഡിസാസ്റ്റേഴ്സ് സംഭവിച്ചു. അതിനെ സംബന്ധിച്ച് 149 നിങ്ങൾക്ക് കൊടുത്തിട്ടുണ്ട്, നിങ്ങൾ വായിച്ചു നോക്കണം. വലിയൊരു സുനാമി സംഭവിച്ചു. അപ്പം നമുക്കിപ്പോൾ പഠിക്കേണ്ടത് വാട്ട് ആർ സുനാമീസ്, എങ്ങനെയാണ് ഈ സുനാമി ഉണ്ടാകുന്നത്, വാട്ട് ഈസ് ദ റീസൺ ഫോർ സുനാമി, സുനാമി ഉണ്ടാകാനുള്ള റീസൺ എന്താണ്, എന്താണ് സുനാമി. സുനാമി എന്ന് പറയുന്ന ഒരു ജാപ്പനീസ് വേർഡാണ്. തുറമുഖ തിരമാല എന്നാണ് അതിൻ്റെ അർത്ഥം. അതായത് ഈ നമ്മുടെ ഓഷ്യൻ്റെ കരയിലേക്ക്, ബീച്ചുകളിലേക്ക് വലിയ ജൈജാൻറ്റിക് വേവ്സ് വരുന്നതിനെയാണ് നമ്മൾ സുനാമി എന്ന് പറയുക. ജൈജാൻറ്റിക് വേവ്സ്, ഭീമാകാരമായ തിരകൾ വരുന്നു. അതുകൊണ്ടാണ് ജാപ്പനീസ് അതിനെ തുറമുഖ തിരമാല എന്ന് പേര് വിളിക്കുകയും സുനാമി എന്ന് അതിന് പേരിടുകയും ചെയ്തത്. ഒരു ജാപ്പനീസ് വേർഡാണ് ഈ സുനാമി. എങ്ങനെയാണ് ഈ സുനാമി ഉണ്ടാകുന്നത്, എന്താണ് സുനാമി? സിവിയർ എർത്ത് ദാറ്റ് ഒക്കർ ഓൺ ദ ഓഷ്യൻ ഫ്ലോർ കോസ് ജയൻറ്റ് വേവ്സ് വിച്ച് ക്യാൻ റൈസ് അപ്പ് ടു സെവറൽ മീറ്റേഴ്സ്. ദീസ് ആർ സുനാമീസ്. ദീസ് ജയൻറ്റ് വേവ്സ് ആർ കോൾഡ് സുനാമീസ്. അപ്പോൾ ജയൻറ്റ് വേവ്സിനെയാണ് സുനാമികൾ എന്ന് വിളിക്കുക. ജയൻ്റ് എന്ന് പറഞ്ഞാൽ എന്നാ, ഭീമൻ അല്ലേ, ഭീമകാരൻ. ജയൻറ്റ് വേവ്സ് ആർ കോൾഡ് സുനാമീസ്. സിവിയർ എർത്ത് ദാറ്റ് ഒക്കർ ഓൺ ദ ഓഷ്യൻ ഫ്ലോർ, ഓഷ്യൻ ഫ്ലോറിൽ ഉണ്ടാകുന്ന വലിയ എർത്ത് വലിയ ജയൻറ്റ് വേവ്സിനെ ക്രിയേറ്റ് ചെയ്യുന്നു. ഈ ജയൻറ്റ് വേവ്സിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് സുനാമി. ദ ഇമ്പാക്റ്റ് ഓഫ് വോൾക്കാനിക് ഇറപ്ഷൻ ഓൺ ദ ഓഷ്യൻ ഫ്ലോർ ഈസ് വൺ ഓഫ് ദ റീസൺ ഫോർ സുനാമി. ഓഷ്യൻ ഫ്ലോറിൽ ഉണ്ടാകുന്ന വോൾക്കാനിക് ഇറപ്ഷൻ ഓഷ്യൻ ഫ്ലോറിൽ ഉണ്ടാകുമ്പോൾ വാട്ട് ഹാപ്പൻ, ട്രെമേഴ്സ് ഒക്കർ, ഷേക്കിംഗ് ഒക്കർ ഇൻ ഓഷ്യൻ ഫ്ലോർ ദാറ്റ് ജനറേറ്റ് സീസ്മിക് വേവ്സ്. ഓക്കെ, അത് വലിയ ജൈജാൻറ്റിക് വേവ്സിൻ്റെ രൂപപ്പെടലിന് കാരണമാകുകയും അങ്ങനെ സുനാമി ഉണ്ടാവുകയും ചെയ്യും. സോ വോൾക്കാനിക് ഇറപ്ഷൻ ഓൺ ദ ഓഷ്യൻ ഫ്ലോർ. ദെൻ fall of meteors can also cause tsunami. Fall of meteors in ocean. എന്താണ് ഈ മെറ്റിയോസ്? ഉൽക്കകൾ അല്ലേ, അന്യഗ്രഹങ്ങളിൽ നിന്നൊക്കെ വരുന്ന വലിയ പാറ കഷ്ണങ്ങളെ മെറ്റിയോസ് ഒക്കെ വീഴുന്നതും സുനാമിക്ക് കാരണമാകും. കാരണം വലിയ ട്രെമേഴ്സ് ഒക്കെ, gigantic waves occur because of the falling of meteors in the ocean. So these are the reasons for earthquakes. Ocean floor ഉണ്ടാകുന്ന volcanic eruption, earthquakes, then falling of meteors are the reasons for tsunamis. Then how can we do to safeguard ourselves from tsunami? സുനാമികൾ ഉണ്ടാകുമ്പോൾ നമ്മളെ എങ്ങനെ സേഫ് ഗാർഡ് ചെയ്യാം, അതാണല്ലോ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്. സുനാമികൾ ഉണ്ടാകുമ്പോൾ നമ്മൾക്ക് എങ്ങനെ സേഫ് ഗാർഡ് ചെയ്യാം, നമ്മളെ എങ്ങനെ സുരക്ഷിതമാക്കാം. ഇഫ് ദ സീ ലെവൽ സഡൻലി ഗോസ് ഡൗൺ ബൈ സെവറൽ മീറ്റേഴ്സ്, കൺസിഡർ ഇറ്റ് എ സുനാമി വാർണിംഗ്. സീ ലെവല് സഡൻലി പല മീറ്ററുകൾ താഴേക്ക് പോയാൽ, ഗോസ് ഡൗൺ, ഇഫ് ദ സീ ലെവൽ സഡൻലി ഗോസ് ഡൗൺ സെവറൽ മീറ്റേഴ്സ്, പെട്ടെന്ന് സീ അകത്തേക്ക് വലിയുന്നു, സെവറൽ മീറ്റേഴ്സ് അത് ഗോസ് ഡൗൺ ആവുന്നു, നമ്മൾ എന്തായിട്ട് അതിനെ കൺസിഡർ ചെയ്യണം? കൺസിഡർ ഇറ്റ് എ സുനാമി വാർണിംഗ്. റൺ അവേ ഫ്രം ദ ഷോർ ഇമ്മീഡിയറ്റ്ലി, മൂവ് ടു ഹയർ ഗ്രൗണ്ട്. കാരണം സുനാമി വേവ്സ് വരുന്ന സ്പീഡ് എത്രയാണോ? 1 മണിക്കൂറിൽ 800 മീറ്റർ, not 800 meters, 800 kilometers. Run away from the seashore immediately and move to a high ground. കാരണം എന്താണ്? സുനാമികളുടെ സ്പീഡ് 800 കിലോമീറ്ററാണ്, മണിക്കൂറിൽ 800 കിലോമീറ്ററിലാണ് അത് വരിക. ഓക്കെ, ഇഫ് യു ആർ കോട്ട് ഇൻ എ സുനാമി, ഇനി സുനാമി നമ്മൾ പെട്ടുപോയെന്ന് വിചാരിക്കുക. കാരണം ഓടി രക്ഷപ്പെടാൻ നമുക്ക് സാധിക്കത്തില്ല. നമ്മൾ കടലിൻ്റെ ബീച്ചിലാണ് നിൽക്കുന്നെങ്കിൽ ഓടി രക്ഷപ്പെടൽ നടക്കത്തില്ല, അത്രയ്ക്ക് സ്പീഡാണ് സുനാമി വേവ്സിന്. അങ്ങനെ സംഭവിച്ചാൽ ട്രൈ ടു സേവ് അവേഴ്സെൽഫ് ബൈ ഹോൾഡിംഗ് ഓൺ ടു സംതിങ് ദാറ്റ് ക്യാൻ ഫ്ലോട്ട് ചെയ്ത് കിടക്കുന്ന എവിടെയെങ്കിലും പിടിച്ചു കിടക്കാനായിട്ട് ശ്രദ്ധിക്കുക. ദാറ്റ് ഈസ് ദ സേഫ് ഗാർഡിങ് മെത്തേഡ്സ് ഇൻ സുനാമി. ഓക്കെ, സുനാമി വരുമ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ചെയ്യേണ്ടത്. ഒരു സുനാമിയുടെ പിക്ചർ നോക്കുക, കണ്ടോ? ജയൻറ്റ് വേവ്സ്, തുറമുഖ തിരമാലകളാണ് അല്ലേ, ജയൻറ്റ് വേവ്സ്. വലിയ ഡിസാസ്റ്റേഴ്സ് സംഭവിക്കുന്ന ഒന്നാണ് സുനാമി. എന്തിനാണ് നമ്മളിത് സുനാമി എർത്ത് കൂടെ പഠിച്ചത്? ഓഷ്യൻ ഫ്ലോറിൽ എർത്ത് ഉണ്ടാകുമ്പോഴാണ് ഈ സുനാമികൾ സംഭവിക്കുക. അതുകൊണ്ട് അതിൻ്റെ ഭാഗമായതുകൊണ്ടാണ് നമ്മൾ പഠിച്ചത്. സോ ചിൽഡ്രൻ, വി ആർ സ്റ്റോപ്പിംഗ് ദ ടുഡേയ്സ് ക്ലാസ്.
താങ്ക് യു സോ മച്ച്. താങ്ക് യു. നെക്സ്റ്റ് ക്ലാസ് എന്ന് പറയുന്നത് എക്സോജനിക് മൂവ്മെൻറ്റ്സിനെ പറ്റിയാണ്. എൻഡോജനിക് കഴിഞ്ഞു. ടുമോറോ ഓൺവാർഡ്സ് വി ആർ ഗോയിങ് ടു സ്റ്റഡി exogenic movements. Thank you children. Thank you so much.